വികസനത്തിന്റെ പാതയിൽ വിശ്വാസത്തിന്റെ തിരുശേഷിപ്പുകൾ തകർക്കപ്പെടില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് തേവര കോന്തുരുത്തിയിലെ വിശ്വാസ സമൂഹം പുതിയൊരു ചരിത്രം കുറിക്കുന്നു. കോന്തുരുത്തി സെന്റ് ജോൺ നെബുൻസിയാൻ ദേവാലയത്തിന് കീഴിലുള്ള 2 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പൈതൃക കുരിശടി റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിനായി ഒരൽപ്പം പോലും പോറലേൽക്കാതെ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് 26 മീറ്റർ ദൂരേക്ക് മാറ്റി സ്ഥാപിച്ചു. വിശ്വാസവും എഞ്ചിനീയറിംഗ് വിസ്മയവും ഒത്തുചേർന്ന ഈ അപൂർവ ദൗത്യം കേരളത്തിലെ ക്രൈസ്തവ പാരമ്പര്യ സംരക്ഷണത്തിൽ ഒരു പുതിയ നാഴികക്കല്ലാണ്. വിശുദ്ധ അന്തോണീസിന്റെ നാമത്തിലുള്ള ഈ കുരിശടി 1823 പോർച്ചുഗീസ് വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിക്കപ്പെട്ടത്. റെയിൽവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വന്നപ്പോൾ തങ്ങളുടെ പൂർവികർ പകർന്നു നൽകിയ ഈ ആത്മീയ അടയാളം പൊളിച്ചു നീക്കാൻ വിശ്വാസികൾ തയ്യാറായില്ല. വികാരി ഫാദർ ജോസഫ് തെക്കേക്കര, അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ പാലത്തിങ്കൽ എന്നിവരുടെ ആത്മീയ നേതൃത്വത്തിലും പാരിഷ് കൗൺസിലിന്റെയും ഇടവകാംഗങ്ങളുടെയും ഉറച്ച തീരുമാനത്തിലും കുരിശടി അതേപടി ഉയർത്തി മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. റെയിൽവേ നൽകിയ നഷ്ടപരിഹാര തുകയേക്കാൾ ഉപരിയായി തങ്ങളുടെ വിശ്വാസ ബോധ്യങ്ങൾക്ക് വില കൽപ്പിച്ചാണ് ഇടവക ഈ വലിയ ദൗത്യം ഏറ്റെടുത്തത്. ഹരിയാന ആസ്ഥാനമായുള്ള ശ്രീറാം ബിൽഡിംഗ് ലിഫ്റ്റിംഗ് കമ്പനിയുടെ സഹായത്തോടെ 25ഓളം ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ചാണ് ഏകദേശം 15 അടി ഉയരമുള്ള ഈ നിർമ്മിതി തറയിൽ നിന്നും ഉയർത്തിയത്. 9 ദിവസത്തെ കഠിനമായ അധ്വാനത്തിനൊടുവിൽ സെന്റ് ജോൺസ് റോഡിന്റെ വശത്ത് നിന്നിരുന്ന കുരിശടി 26 മീറ്റർ അകലെയുള്ള പള്ളിയുടെ തന്നെ ഭൂമിയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചു. ഓശാന ഞായർ അടക്കമുള്ള പ്രധാന തിരുക്കർമ്മങ്ങളിൽ പതിറ്റാണ്ടുകളായി വിശ്വാസികൾ ഒത്തുചേരുന്ന ഈ പുണ്യസ്ഥലം മാറ്റം കൂടാതെ നിലനിർത്താനായതിന്റെ ആശ്വാസത്തിലാണ് കോന്തുരുത്തി നിവാസികൾ. പൈതൃക സംരക്ഷണത്തോടൊപ്പം വികസനത്തെയും ഒരുപോലെ സ്വാഗതം ചെയ്യാമെന്ന് ഈ ഇടവക നമുക്ക് കാണിച്ചു തരും.